അപ്പോൾ സമയമായി ഈ ആഴ്ചയിലെ മൂവി അപ്ഡേറ്റ്സും ന്യൂസുകളൊക്കെ നോക്കാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആർക്കെങ്കിലും ഈ പോപ്പ് കൾച്ചർ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ന്യൂസ് വരുന്നത് വിൻസ് ഗില്ലിഗൻ, അറിയാലോ നമ്മുടെ ബ്രേക്കിംഗ് ബാഡ് ഒക്കെ ഉണ്ടാക്കിയ ആളാണ്. പുള്ളിയുടെ അടുത്തൊരു ഒരു സീരീസ് വരുന്നുണ്ട്. അതിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. November 7th ഈ വർഷം തന്നെ റിലീസ് ഉണ്ട്. ആപ്പിൾ ടിവിയിലാണ് വരുന്നത്. ഇതിന്റെ ടീസറും പ്രൊമോ ഒക്കെ ഭയങ്കര ഒരു മിസ്റ്റീരിയസ് സംഭവമാണ്. ഇതെന്താണ് പരിപാടി, ഇത് എന്തിനെ കുറിച്ചാണെന്ന് ഒരു പിടിയില്ല. ഈ ബ്രേക്കിംഗ് ബാഡിന്റെ ആദ്യം കൂടെ റാൻഡം ഷോട്ടുകൾ വരില്ലേ, ഈ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന മുന്നേ, അതുപോലെ ഉണ്ട് ഇതിന്റെ മൊത്തം സെറ്റപ്പ്. ഒരു സൈഫൈ വൈബാണ് അടിക്കുന്നത്. പുള്ളി ആയതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും പണിയെടുത്തിട്ടായിരിക്കുമല്ലോ ഇറക്കുക, അങ്ങനെയാണല്ലോ ശീലം. എന്തായാലും വരട്ടെ, കട്ട വെയിറ്റ്. അടുത്ത ന്യൂസ് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിലിനെ കുറിച്ചാണ്. 605 മില്യൺ ആയിട്ടുണ്ട് ഇപ്പൊ ബോക്സ് ഓഫീസ് കളക്ഷൻ വേൾഡ് വൈഡ്. ഈ വർഷത്തെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 8ാമത്തെ പൊസിഷൻ എത്തിയിട്ടുണ്ട്. തൊട്ട് താഴെ കിടക്കുന്നത് മിഷൻ ഇമ്പോസിബിളും ഫാന്റാസ്റ്റിക് 4 ഒക്കെയാണ്. ഇനി ബീറ്റ് ചെയ്യാനുള്ളതാവട്ടെ സൂപ്പർമാൻ 615, F1 ആണ് 626. അത് മിക്കവാറും ഒരു ടോപ്പ് 5 എത്താനുള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രഞ്ചി റോള് ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വർഷം നോക്കണ്ട, ക്രഞ്ചി റോളിൽ വരുന്നില്ല, ഡിജിറ്റൽ റിലീസ് ഇല്ല, വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടോ. അടുത്ത് നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ 100% താരിഫിന്റെ ന്യൂസാണ്. പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് മാറ്റി പറയുന്നതുകൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളിവുഡ് സ്റ്റുഡിയോ പുറത്തുനിന്ന്, അമേരിക്കയുടെ പുറത്തുനിന്ന് എന്തെങ്കിലും സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിന് 100% താരിഫാണ് പുള്ളി ഇട്ടിരിക്കുന്നത്. ഇപ്പം കറൻ്റ്ലി പുറത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ സിനിമയാണെന്ന് അറിയാം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ, നോളൻ്റെ ഒഡീസി, അവതാർ 4, സൂപ്പർ ഗേൾ. അടുത്തൊരു അപ്ഡേറ്റ് DC എന്നാണ് വരുന്നത്. സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പീസ് മേക്കറിന്റെ സീസൺ 2. ഒരുപാട് ക്യാമിയോസ് ഒക്കെ വരുന്നുണ്ട്. 6th എപ്പിസോഡിൽ ലെക്സ് ലൂത്തറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം പറയുന്നത് ഈ ക്യാരക്ടേഴ്സൊക്കെ, ഇപ്പോൾ ഉള്ള പീസ് മേക്കർ ക്യാരക്ടേഴ്സൊക്കെ ഇനി 3rd സീസണിലല്ല വീണ്ടും വരാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു സീസൺ, വേറൊരു പുതിയൊരു സീരീസ് വരുന്നുണ്ട് എന്നാണ്. അത് ഏത് സീരീസാണെന്ന് അറിയാൻ വേണ്ടി 8ാമത്തെ എപ്പിസോഡ് എന്തായാലും കാണണം എന്നൊക്കെയാണ് ജെയിംസ് ഗൺ അണ്ണൻ പറയുന്നത്. എന്തോ വരുന്നുണ്ട് കാര്യമായിട്ട്. ഇനി അടുത്തൊരു AI ന്യൂസാണ്. പുതിയൊരു ആക്ട്രസ് വന്നിട്ടുണ്ട്, AI ആക്ട്രസ് ടില്ലി നോർവുഡ് എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. സ്റ്റുഡിയോ സിക്കോയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI സ്റ്റുഡിയോ ആണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൈപ്പർ റിയൽ ഡിജിറ്റൽ ആക്ടർ ഫോർ മൂവീസ് ആൻഡ് സീരീസ് എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ തന്നെ ഹോളിവുഡിലെ ടാലന്റ് ഏജൻസീസ് ഒക്കെ ഈ AI ആക്ട്രസിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മത്സരമാണെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഒരു ക്രീപ്പി സംഭവമായിട്ടാണ് വേറെ കുറച്ച് പേര് പറയുന്നത്. ആദ്യത്തെ ഒഫീഷ്യൽ AI ആക്ട്രസ് ഒരു ടീനേജ് ഒരു പെൺകുട്ടിയാണ്, അത് ഹോളിവുഡിന്റെ ഒരു വിയർഡ്നെസ് ആണെന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ആഴ്ചത്തെ ന്യൂസ്. ഇനി നെക്സ്റ്റ് വീക്ക് ആണ്.